ഈ പറയുന്ന അഗസ്റ്റിൻ ബ്രദേഴ്സ് അവർക്കൊരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റ് ഒരുപാട് ദൂരെയുള്ള പാസ്റ്റ് ഒന്നുമല്ല, കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായ ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഒരുപാട് തട്ടിപ്പ് കേസുകളിൽ അവർ പ്രതികളായിട്ടുണ്ട്. ഒന്ന്, ഏഷ്യൻ മോട്ടോഴ്സ് എന്ന പേരിൽ AMW എന്ന് പറഞ്ഞ ട്രക്ക് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് പൈസ വാങ്ങി പറ്റിച്ചു. ആ ഏഷ്യൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ തന്നെ സ്ഥാവര വസ്തുക്കൾ മോഡ്ഗേജ് ചെയ്തു. ആ മോഡ്ഗേജ് ചെയ്ത് വായ്പ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ലീഗൽ കോംപ്ലക്സിറ്റീസ് ഉണ്ടായതുകൊണ്ട് ബാങ്കുകാരിൽ പെട്ടു. അങ്ങനെ ഒരു പ്രശ്നം, ബാങ്കുകാരെ പറ്റിച്ചു എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുമ്പോഴാണ് അവർ മാംഗോ ഫോൺ എന്ന് പറയുന്ന പുതിയ ഫോണായിട്ട് വരുന്നത്. അത് 2016 2016 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2016 ഈ സ്മാർട്ട് ഫോണുകളൊന്നും ഇത്രയൊന്നും വികസിച്ചിട്ടില്ല. അന്ന് ഒന്ന് നോക്കിയയുടെ ഒരു ഡിക്ലൈനിങ് സ്റ്റേജാണ്. പിന്നെ അന്ന് ഐഫോൺ അന്നത്തെ പോലെ തന്നെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നുണ്ട്. സാംസങ് എമർജ് ചെയ്ത് വരികയാണ്. അതുപോലെ റെഡ്മിയൊക്കെ ഇങ്ങനെ വരുന്ന സമയമാണ്. അപ്പോൾ ഇവരുടെ അവകാശവാദം ഭയങ്കര തമാശയാണ്. 3D സംവിധാനമുള്ള ഫോണാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് 6000 രൂപ മുതൽ 35,000 രൂപ വരെയുള്ള ഫോൺ റേഞ്ചിലുള്ള ഫോണുകൾ അതിൽ 3D സംവിധാനം ഉണ്ടാകും. അന്ന് 4G ഒന്നും ഇല്ല. അപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഫോണിൽ 4G ഒക്കെ ഉണ്ടാകും. എന്തൊക്കെയോ പറയുന്നു, അന്ന് ലഭ്യമല്ലാത്ത പല കാര്യങ്ങളും. അപ്പോൾ അതിൽ അവരുടെ പ്രൊമോഷണൽ ആയിട്ടും വരുന്ന അഡ്വർടൈസ്മെൻറ്റിലും ന്യൂസൊക്കെ പറയുന്നൊരു കാര്യം എന്താണ്, യൂറോപ്പിൽ പരീക്ഷിച്ച് വിജയിച്ച കൊറിയൻ സാങ്കേതികവിദ്യ ആണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അന്ന് കൊറിയൻ സാങ്കേതികവിദ്യ നമ്മൾ എസ്പെഷ്യലി മനസ്സിലാക്കേണ്ട കാര്യമായിരുന്നു. സാംസങ് ആണ് കൊറിയയിൽ നിന്നുള്ള മൊബൈൽ ഫോൺ. അപ്പോൾ കൊറിയയിൽ സാംസങ് പോലും അന്ന് സ്മാർട്ട് ഫോൺ വിപണി പിടിച്ചെടുത്തിട്ടില്ല. സാംസങ് എമർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ. സാംസങ്ങിനെ ഒന്ന് ഹാങ്സങ് എന്നൊക്കെ വിളിച്ച് കളിയാക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവർ വെറും ടെക്നോളജിയിൽ മുന്നോട്ട് വന്നിട്ടില്ല. പിന്നെ ഏത് കൊറിയൻ ടെക്നോളജിയാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അന്ന് പിന്നെ ആരും അങ്ങനെ ചോദ്യം ചോദിക്കാൻ ഇവർ കിട്ടുന്നില്ലല്ലോ. ഇതേ മാംഗോ ഫോൺ അതിൽ രസകരമായ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ഈ കമ്പനിയുടെ ഈ എംപ്ലോയീസ് കുറേ പേര് മാധ്യമങ്ങളോട് പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓഫീസിലെ ഫോൺ ബില്ല് അടയ്ക്കാത്തതുകൊണ്ട് ഫോൺ കട്ടായിക്കാണ്. ഏത് ഫോൺ ഉണ്ടാക്കാൻ പോകുന്ന കമ്പനി ഫോൺ കട്ടായിക്കുക എന്നാണ് എംപ്ലോയീസ് പറയുന്നത്. ഇവർ പറയുന്ന രീതിയിലുള്ള ഫോണല്ല ഇവർ കൊടുക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ ഒരു എംപ്ലോയി റിസൈൻ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അവരെ മർദ്ദിച്ചു എന്നൊരു കേസുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് മാംഗോ ഫോണിൻ്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പരിപാടിയിൽ നോക്കി അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അവിടെ നിന്നാണ് ആൻഡ്രൂ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിന് തൊട്ടുടനെ പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ പിന്നെ നമ്മളെന്താണ് കാണുന്നത്, പിന്നെ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടാണ് ഇവർ കാണുന്നത്. പക്ഷേ ഈ മാംഗോ ഫോൺ ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് തന്നെ അന്ന് MV നികേഷ് കുമാറിൻ്റെ ഉടമസ്ഥയിലാണെന്ന റിപ്പോർട്ടർ ചാനലിൽ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു എംപ്ലോയിയെ മർദ്ദിച്ചു എന്ന് പറയുന്ന കേസുണ്ടല്ലോ, ആ കേസ് നികേഷ് കുമാറിൻ്റെ സ്വാധീനം വഴിയാണ് അവർ രക്ഷപ്പെട്ടതെന്നൊക്കെ എംപ്ലോയീസ് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. കാരണം അവരന്നേ ആ ഓഫീസിലുണ്ട്, റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസിൽ ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് അന്നേ ഉണ്ട്. അവരവിടെ ഉണ്ട്, കാരണം അവരവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഇവരെ മുട്ടിൽ മരമുറി കേസിൽ ഇവർ അറസ്റ്റ് ചെയ്തത് കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെ അവരെ കാണുന്നത് എവിടെയാണ്, റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് അവർ രംഗത്ത് വരുന്നു. പ്രൊമോട്ടേഴ്സായിട്ട് രംഗത്ത് വരിക മാത്രമല്ല, അതിൽ റീലോഞ്ച് ചെയ്യുന്നു. മാനേജിങ് എഡിറ്ററായിട്ട് ആൻഡ്രൂ അഗസ്റ്റിൻ വരുന്നു. ഇതാണ്. അപ്പോൾ ഇത്രയും ഷെയ്ഡി ആയിട്ടുള്ള ഒരു പശ്ചാത്തലം ഈ പ്രൊമോട്ടേഴ്സിനുണ്ട്. ഏത് പ്രൊമോട്ടേഴ്സിനും മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞ ഈ പറയുന്ന ആളുകൾക്കുണ്ട്. ഇത് മാത്രമാണോ? ഇപ്പോൾ ഇവരുടെ കമ്പനികളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു. ഇപ്പോൾ യമരാജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ തന്നെ ഒരു കമ്പനിയായിട്ട് നമ്മൾ വെബ്സൈറ്റുകൾ കാണാൻ പറ്റും ഇവരുടെ. ഇപ്പോൾ യമരാജ് ഗ്രൂപ്പ് എന്താണ്, അതിൽ നോക്കുമ്പോൾ അതിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് കൊച്ചമണീസ് ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. കൊച്ചമണീസ് എന്ന് പറഞ്ഞൊരു മസാല കമ്പനിയാണ്. ഒരു പ്രാദേശികമായിട്ട് എവിടെയോ തുടങ്ങിയ പാലക്കാടോ മറ്റോ തുടങ്ങിയ ഒരു കമ്പനിയാണ്. അത് ഇവർ ടേക്ക് ഓവർ ചെയ്തതാണ്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് മസാലയൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി ട്രെൻഡി റോയ് എന്ന് പറയുന്ന ഒരു അപ്പാരൽ കമ്പനി അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കുമ്പോൾ അതിൽ കുട്ടികളുടെ മുതൽ പുരുഷന്മാരുടെ സ്ത്രീകളുടെയൊക്കെ വസ്ത്രങ്ങളുണ്ട്, റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണ്. എല്ലാത്തിനും 390 രൂപയാണ് വില മിക്കതിനും നമ്മൾ നോക്കും. പക്ഷേ എല്ലാം പോകുമ്പോൾ മേടിക്കാൻ പറ്റില്ല, എല്ലാം സോൾഡ് ഔട്ടാണ്. ഒന്നും മേടിക്കാൻ കിട്ടില്ല നമുക്കതിൽ നിന്ന്. ബ്ലാക്ക് കോഫിയോ? പിന്നെ ബ്ലാക്ക് കോഫി എന്ന് പറയുന്ന കാപ്പിപ്പൊടി വെക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കാപ്പിപ്പൊടി 5 രൂപയുടെ 10 രൂപയുടെയൊക്കെ സാഷെ കൂട്ടമായിട്ട് പല വിലയ്ക്കും വാങ്ങാൻ കിട്ടും. അത് ഞാൻ വാങ്ങാൻ ശ്രമിച്ചില്ല, അതിലിങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെയുള്ളത് ഭയങ്കര രസകരമായ കാര്യം, യമരാജ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നിട്ട് അവർ വേറെ വിഭാഗമുണ്ട്. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ വെബ്സൈറ്റിൻ്റെ തന്നെ വേറൊരു ഭാഗത്ത് ചെല്ലുമ്പോൾ അമേരിക്കയിലെ ലക്ഷറി വില്ലകളൊക്കെയാണ് ലീസിന് വാടകയ്ക്ക് വിൽക്കാനൊക്കെ ആയിട്ടുള്ള. നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ അമേരിക്കയിലെ മേരിലാൻഡിൽ ഇത്ര സ്ക്വയർ ഫീറ്റുള്ള സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് വിൽക്കാം, വാങ്ങാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അത്തരം ബ്ലോഗുകളുണ്ടല്ലോ, ഇപ്പോൾ അമേരിക്കയിലെ റിയൽ എസ്റ്റേറ്റ് ബ്ലോഗുകളുടെ ലിങ്ക് ഇതിലേക്ക് കൊടുത്തേക്കാണ്.
അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടി നമ്മൾ നോക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തം ഒരു പുകയാണ്. ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ മുഴുവൻ പുകയാണ്. പക്ഷേ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇവർ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. എന്താണ് ഹോൾഡെയിൻ, എറണാകുളത്തെ ഹോൾഡെയിൻ ഹോട്ടലിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ പല സ്ഥലത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഗൂഗിളും ഗ്രൂപ്പുമായിട്ട് അവർക്ക് കൊളാബറേഷൻ ഉണ്ട്. ഈ ഹോൾഡെയിനൊക്കെ അവർ രണ്ടുപേരും കൂടിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇവരുടെ പണമുണ്ട്, പക്ഷേ ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഇല്ലാത്ത കാര്യമാണ്. അതിപ്പോൾ ഈ ചാനലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന ഹോട്ടൽ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്പാരൽ കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലും ആകെ അവിടെ കൃത്യമായിട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നൊരു കാര്യം ഈ കൊച്ചമണീസ് ഫുഡ് പ്രോഡക്റ്റാണ്. അതിൽ നമുക്ക് സാധനം വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അത്രയും ഷേഡി ആയിട്ടുള്ള ആളുകളാണ്, പല കേസുകളിൽ പ്രതിയാണ്. എന്നിരിക്കെ ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്നത് സ്പോൺസർ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും സർക്കാർ എന്ത് അടിസ്ഥാനത്തിലാണ് അവരത് ഏൽപ്പിക്കുന്നതെന്നാണ് ചോദ്യം. രണ്ട്, ഈ ഇത്തരം സ്പോൺസർമാരാണോ ഇതിൻ്റെ ഓർഗനൈസേഴ്സ് ആവേണ്ടത്? ഇവർ സ്പോൺസർമാരാണ്, ഈ പണം മുടക്കേണ്ടതാണ് ഇവരുടെ പണി. ഇതിനു വേണ്ടിയുള്ള ലോജിസ്റ്റിക്സ് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പണം മുടക്കുക എന്നുള്ളതാണ് അവരുടെ പണി. അതിൻ്റെ ലാഭം അവരെടുക്കട്ടെ. പക്ഷേ ഇത് ഓർഗനൈസ് ചെയ്യാൻ നമ്മളെ ഏജൻസി ആരായിരുന്നു? അതിന് മറുപടി പറയേണ്ടത് കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ്. കാരണം സർക്കാരിൻ്റെ പല കാര്യങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, ഈ ഇവൻറ്റിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. മന്ത്രി മാഡ്രിഡിൽ പോയത് 13 ലക്ഷം മുടക്കിയാണ്, അത് നമ്മുടെ നികുതി പണമാണ്. മറ്റൊന്ന്, ഈ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ എന്തോ അവലോകനം നടന്നിരുന്നു. ഇയാൾ ഉൾപ്പെടെ, ഈ സ്പോൺസർ ഉൾപ്പെടെ സ്റ്റേഡിയം സന്ദർശിക്കാൻ പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അകമ്പടി പോയിരുന്നു. അതിൻ്റെ മുഴുവൻ റീലെടുത്ത് ഇവർ പ്രചരിപ്പിക്കുകയായിരുന്നു, പ്രൊമോട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കായിക മന്ത്രി മറുപടി പറഞ്ഞാൽ മതിയാവും. എങ്ങനെയാണ് ഈ സ്പോൺസറായിട്ട് ഇയാളെ, ഇത്രയും ഷെയ്ഡി പാസ്റ്റുള്ള ആളുകളെ ഇത്രയും വലിയൊരു ഇവൻറ്റ്, ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റിന് സ്പോൺസറായിട്ട് തിരഞ്ഞെടുത്തതെന്നതിന് മറുപടി പറഞ്ഞു പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മുട്ടിൽ മരം മുറിക്കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. സർക്കാർ തന്നെ അവർക്കെതിരായിട്ടുള്ള കേസിൽ ഒളിച്ചു കളിക്കുകയാണ്. അവർക്കുള്ള മുഴുവൻ കേസുകളിൽ ഇതുവരെ കുറ്റപത്രം നൽകിയിട്ടില്ല. മാത്രമല്ല ഒരു CBI അന്വേഷണത്തിന് ഉതകുന്ന വിധം വലിയ തോതിലുള്ളൊരു തട്ടിപ്പാണിത് എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്. അപ്പോൾ സർക്കാർ ആരോടൊപ്പമാണ്? ഈ തട്ടിപ്പുകാരോടൊപ്പമാണോ, ഈ പ്രതികളോടൊപ്പമാണോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വലിയ പ്രൊജക്റ്റുകൾ, ഇത്രയും വലിയ പണം, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി എത്ര കോടി കൊടുത്തത്? 130 കോടിയോ? ഈ 130 കോടിയൊക്കെ സോഴ്സ് കാണിക്കണ്ടേ? അവർ പണം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. 130 കോടി അർജന്റീൻ ടീമിന് കൊടുക്കാനുള്ള ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? ഈ അതേക്കുറിച്ചൊന്നും ഇടിക്കാൻ അന്വേഷിക്കുന്നത്. 2000 പേര് ഒരു ദിവസം ഒന്ന് പണിയുന്നതാണ്. ഈ പണത്തിനൊക്കെ സോഴ്സ് വേണ്ടേ? ഇവരെന്ത് ബിസിനസ് ചെയ്താണ് ഈ പണം ഉണ്ടാക്കിയത്? ഇവരുടെ ആൻസെസ്ട്രൽ സ്വത്താണോ? അതിലേത് ബിസിനസ്സിലൂടെയാണ് ഇവരിത് ചെയ്തത്? അതോ ഈ മുമ്പുള്ള കേസുകളിൽ പോലെ ബാങ്കുകൾ തട്ടിച്ച പണമാണോ, ആളുകളെ പറ്റിച്ച പണമാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ട, ഇടിക്കാതൊന്നും അന്വേഷിക്കേണ്ട. അതുകൊണ്ടാണ് അവരുടെ സോഴ്സ് ഓഫ് ഇൻകം മുതൽ ഇവരുടെ എല്ലാ ഓപ്പറേഷനും വളരെ സംശയത്തിൻ്റെ നിഴലിലാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇവരെ ചൂസ് ചെയ്തു എന്ന് മറുപടി പറയേണ്ടത് കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ്.